BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. സംസ്ഥാനത്ത് കൂടുതൽ PSC പരീക്ഷകളിൽ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയിലാണ് ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. അഭിമുഖത്തിൽ മാർക്ക് വാരിക്കോരി നൽകിയതായാണ് കണ്ടെത്തൽ. എഴുത്ത് പരീക്ഷയിൽ 27% മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ 20 മാർക്കും നൽകി. അഭിമുഖത്തിൽ എഴുത്തു പരീക്ഷയുടെ മാർക്കിന്റെ 12.02% മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന ചട്ടം നിലനിൽക്കെയാണ് PSCയുടെ ഈ നീക്കം. PSC റാങ്ക് പട്ടികയിൽ അട്ടിമറി സംശയിച്ച് ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തിയിരുന്നു. എഴുത്തു പരീക്ഷയിൽ കൂടുതൽ മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികളെ മാറ്റി നിർത്തിയതായിരുന്നു അഭിമുഖം എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. എഴുത്തു പരീക്ഷയിൽ 92 മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥി പരാതി നൽകിയിട്ടുമുണ്ട്. PSC നിയമനവും പരീക്ഷകളും സംബന്ധിച്ച നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത്. ആസൂത്രണ ബോർഡിലെ നിയമനങ്ങളിൽ ക്രമക്കേട് നടന്നതായുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ആസൂത്രണ ബോർഡിലെ 3 വിഭാഗങ്ങളുടെ ചീഫ് തസ്തികയിലേക്കുള്ള പൊതുപരീക്ഷയിൽ 10 ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ വിട്ടിരുന്നു. ഇതിൽ 2 തസ്തികകളുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 2 പേർക്ക് നിയമനം നൽകി. ഇതിന് പിന്നാലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഒരു ഉദ്യോഗാർത്ഥിയുടെ പരാതി എത്തിയപ്പോഴാണ് പിഴവ് PSC സമ്മതിച്ചത്. ഫിഷറീസ് വകുപ്പിലെ എക്സ്റ്റൻഷൻ ഓഫീസർ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, DYSP റിക്രൂട്ട്മെന്റ്, ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സർവകലാശാല തസ്തികകളിലെ തെരഞ്ഞെടുപ്പ് നടപടികളെക്കുറിച്ചും പരാതി ഉയർന്നു. PSC പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച പരാതികൾ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. SP സിനി ഡെനീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. PSC ക്രമക്കേടുകൾ അതീവ ഗുരുതരമാണെന്നാണ് നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.